ശനിയും ഞായറുമാണല്ലോ ലാലേട്ടൻ വരുന്ന ഷൂട്ട്. വെള്ളിയാഴ്ച ലാലേട്ടൻ എത്തുന്നു. അപ്പോൾ വെള്ളിയാഴ്ചയാണ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് അല്ലേ? വെള്ളിയാഴ്ച എത്ര മണിക്കൂറോളം നിങ്ങൾ ചർച്ചയിലേക്ക് പോകാം? ശരിക്കും ലാലേട്ടൻ വരുന്നത് തന്നെ മോർണിംഗിൽ തന്നെ ലാലേട്ടൻ എത്തും. അപ്പം മോർണിംഗിൽ തന്നെ ലാലേട്ടൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷപ്പ് ആയാലും എനിക്ക് തോന്നുന്നത് തീരുന്നവരെ ഇരിക്കും. അത് നന്നായിട്ട് തീർത്തിട്ട് ആ ദിവസം ആൾ മാറ്റി വെച്ചേക്ക് തന്നെയാണ്. എന്തെങ്കിലും ഒരു അർജൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് ലേറ്റ് ആവാറുള്ളൂ. പക്ഷേ ലേറ്റ് ആയാൽ തന്നെയും അത് ഫോണിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും വീഡിയോ കോളിലും ഒക്കെ അത് പ്രോപ്പർ കോർഡിനേറ്റഡ് ആണ്. അതിപ്പം അത്രയും പ്ലാൻഡ് ആണ് ഈ ഷോ. ഇത് ഓൾറെഡി ഒരു ഡിസൈൻഡ് ഷോ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് മാനിപ്പുലേഷൻ നടക്കില്ല, ഒരിക്കലും നടക്കില്ല. അപ്പം വെള്ളിയാഴ്ച നമ്മൾ ശനിയാഴ്ചത്തെ എപ്പിസോഡും ഞായറാഴ്ചത്തെ എപ്പിസോഡും ചർച്ച ഉണ്ടാകുമോ? ശനിയാഴ്ചത്തെ മാത്രം ചർച്ച, ശനിയാഴ്ച ഇരുന്ന് ചർച്ച, അങ്ങനെയാണോ? നമ്മൾ വെള്ളിയാഴ്ച സാറ്റർഡേ സൺഡേ ഷോ പ്ലാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സാറ്റർഡേയിലെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും സൺഡേയിലേക്കുള്ള ഒന്നും കൂടി ഒരു റിവിഷൻ ഉണ്ടാവും. കാരണം സൺഡേ ഈ സാറ്റർഡേയിൽ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ വീണ്ടും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അഗൈൻ വി നീഡ് ടു ആഡ് ടു ദ സൺഡേ എപ്പിസോഡ്സ് അല്ലേ. അപ്പോൾ സോ വി നീഡ് ടു അഗൈൻ ഒരു ക്ലാരിഫിക്കേഷൻ നടത്തും. ഫൈനലി ആണ് ആ ഷോ ആയിട്ട് നമ്മൾ ജനങ്ങളിലേക്ക്. ഇത് പറയുന്നു ഇത്രയും പേര് കൂടിയിരുന്ന് ആലോചിക്കുന്നു. ഫൈനൽ എടുക്കുന്നതിൽ ഇപ്പോൾ ആ എപ്പിസോഡിൽ ഫൈസൽ ഉണ്ടാവും, ലാലേട്ടൻ ഉണ്ടാവും, ഒരു എൻ്റെ ഷൈൻ്റെ ഒരാളുണ്ടാവും, ഏഷ്യാനെറ്റിൻ്റെ ആളുണ്ടാവും. അങ്ങനെ ആയിരിക്കില്ല ഫൈനൽ ചെയ്യുന്നത്. ആക്ച്വലി ഇത് സിനിമ പോലെ തന്നെയാണ്. ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്ത സ്ക്രിപ്റ്റിന്റെ അകത്ത് ഒരു എഡിറ്റ് ലിസ്റ്റ് ഉണ്ടാവും. ഈ എഡിറ്റ് ലിസ്റ്റ് എഡിറ്റേഴ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഈ സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഫൈനൽ ഔട്ട് എടുക്കുന്നത്. സോ ഇപ്പോൾ ഓരോ ആൾക്കാരും ഭയങ്കരമായിട്ട് ഓരോ സ്റ്റേജിലും പോയി എല്ലാ ദിവസവും മോണിറ്റർ ചെയ്ത് ഇരിക്കുന്നതിനോടൊപ്പം ഇതിനൊരു സിസ്റ്റവും കൂടെ ഉണ്ട്. അതായത് ഇന്ന് നമ്മൾ നടക്കുന്ന ഇൻസിഡന്റ് നാളെ വൈകുന്നേരം നമ്മൾ കാണണമെങ്കിൽ അത്രയും പ്ലാൻഡ് ആയിട്ട് ഇത്രയും ക്യാമറകളിൽ നിന്നുള്ള ഔട്ട്പുട്ട്, അത് മൾട്ടിപ്പിൾ ക്യാമറകളിൽ നിന്നുള്ള ഔട്ട്പുട്ടുകൾ ഒരു സിംഗിൾ ഔട്ട്പുട്ടിലേക്ക് വരണമെങ്കിൽ അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 70 ക്യാമറയിൽ നിന്നും ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിൽ കൂടി തോന്നുന്നു 70 അത്രയും ക്യാമറകളിൽ നിന്നുള്ള ഔട്ട്പുട്ട് സോർട്ട് ചെയ്ത് ഈ ഒരു ദിവസം ആകുന്നതിന് മുന്നേ ഇത് എഡിറ്റ് ചെയ്ത് വരണമെങ്കിൽ ഇതിനൊരു സിസ്റ്റം ഉള്ളതുകൊണ്ട് അത് നടക്കുന്നത്. ഫാക്ടറികളിൽ എങ്ങനെയാണ് ഓരോ പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് വരുന്നു എന്ന് പറയുന്ന പോലെ എല്ലാ ദിവസവും ഓണർ ചെയ്യുന്ന നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന്റെ സിസ്റ്റം ഡ്രിവൺ അല്ലേ. ദിസ് ഇസ് എ സിസ്റ്റം ഡ്രിവൺ ഷോ ബിഗ് ബോസ്. അതിൻ്റെ അകത്ത് ഒരു മാനിപ്പുലേഷനും ആർക്കും നടത്താൻ പറ്റില്ല. ഒരു മത്സരാർത്ഥിക്ക് എത്ര പേരായിരിക്കും വ്യൂ ചെയ്യുന്നത്? ഇപ്പം ഞാനൊരു മത്സരിക്കുകയാണെങ്കിൽ എന്നിലേക്ക് ആളുകൾ നിയോഗിച്ചിട്ടുണ്ടാവും എൻ്റെ മൂവ്മെൻറ്റ് നോക്കാൻ, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഒരു ക്യാമറ ഉണ്ട്, അതോടൊപ്പം തന്നെ എന്നെ നോക്കുന്ന വേറെ ആൾ, അങ്ങനെ ഓരോരുത്തർക്കും ആളുകളുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. അത് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമ്മളൊരു ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചാൽ തന്നെ ഒരു ക്യാമറാമാൻ ഈസ് ഓൾവേസ് ദെയർ ഫോർ 24 hours ഫോർ വൺ കണ്ടസ്റ്റന്റ്. അപ്പോൾ അതിന് ആ ക്യാമറയിൽ അത് കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി ക്യാമറ ഈസ് ഫോളോയിങ് ഓൾവേസ്. അതേപോലെ അയാളെ നോക്കാനായിട്ട് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. ആ ക്യാമറയുടെ ഔട്ട് നോക്കി എഡിറ്റർമാരിയ്ക്കുന്നു. ആ എഡിറ്റ് ഷൂട്ടിൽ അതിന്റെ എഡിറ്ററിന്റെ അപ്പുറത്തേക്ക് മുകളിൽ ഒരു എഡിസി ഇരിക്കുന്നു. അങ്ങനെ ആയിരിക്കുമല്ലോ ഇരിക്കുക അല്ലേ? അപ്പൊ അവർ 24 hours ഇരിക്കുമല്ലേ? 24 hours ഇരിക്കുക. ഈ കണ്ടസ്റ്റന്റ് ഉറങ്ങുന്നില്ലെങ്കിൽ നമ്മൾ ഉറങ്ങില്ല. ഇനി കണ്ടസ്റ്റന്റ് ഉറങ്ങിയാലും നമ്മൾ ഉറങ്ങില്ല. കാരണം ഓരോ 8 മണിക്കൂർ ആയിട്ട് സ്റ്റാഫിന് ഷിഫ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട്. ഇപ്പം ഒരാൾ മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ ഉറങ്ങിപ്പോയാലും അവിടെ പണി നടക്കാതെ വരും. സോ ഇറ്റ്സ് വെൽ മോണിറ്റേഡ് 24 hours ഇങ്ങനെ ഇത്രയും നോക്കിയിരിക്കുന്നു, ഇത്ര ആളുകൾ നോക്കിയിരിക്കുന്നു, ഇത്രയും ക്യാമറകൾ നോക്കിയിരിക്കുന്നു, ഇത്രയും ജനങ്ങൾ നോക്കിയിരിക്കുന്നു. ഒരു ഡിസിഷൻ എടുക്കാൻ പോലും നമ്പർ ഓഫ് പേഴ്സൺസ് ഒരുമിച്ചിരിക്കുന്നിടത്ത് എങ്ങനെയാണ് ഒരാളുടെ സിംഗിൾ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത്? ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഇത്രയും പേരുടെ ഇടയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യണം എന്നാണ് തീരുമാനമെങ്കിൽ ചർച്ചയുടെ ഔട്ട്പുട്ടേ വരുള്ളൂ, അത് എത്രയൊക്കെ പറഞ്ഞാലും. അല്ലെങ്കിൽ ഒരാൾ ഇതിൻ്റെ അകത്ത് എതിർത്താൽ പോലും അയാൾക്കത് പുറത്തേന്ന് പറയാം. ആ പുറത്തേന്ന് പറയൽ പോലും അവിടെ ഉണ്ടാവാതിരിക്കാനാണല്ലോ ഇത്രയും വലിയൊരു ഷോ ആയത് മാറിയത്. അങ്ങനെ മാനിപ്പുലേഷൻ നടക്കുന്ന ഷോ ആയിരുന്നെങ്കിൽ ഇതെങ്ങനെ വേൾഡിലെ നമ്പർ 1 ഷോ ആയി മാറും? സോ ആക്ച്വലി എൻ്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന കമ്പനി പ്രൊഡ്യൂസഡ് ദ ഫിയർ ഫാക്ടർ ഷോ, ദ ബിഗ്ഗർ ഷോ, ദ ലവ് ഇൻ ദ വൈൽഡ്. വലിയ ഷോസാണ് ചെയ്യുന്ന കമ്പനിയാണിത്. അപ്പം ഇവർക്ക് ഈ പണി അറിയാവുന്ന ആൾക്കാരാണ്. നമ്മളിവിടെ വന്നതിന് ശേഷം അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഒരു രീതിക്കും നടക്കില്ല. ബിക്കോസ് ഇനി അതങ്ങനെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ദാറ്റ് ഈസ് അഗെയിൻ ദ ബ്രില്യൻസ് ഓഫ് ദ ബിഗ് ബോസ്. ബിക്കോസ് അത് പറയിപ്പിക്കുകയാണ്. ബിക്കോസ് വി നീഡ് ടു മാർക്കറ്റ് ദിസ് ബിഗ് ബോസ് ഷോ ഇൻ ദിസ് 3 months റൈറ്റ്. ഈ 3 മാസം ഇതിനെ ഹിറ്റ് ആക്കിയേ പറ്റുള്ളൂ. അത് ആളുകൾ നന്നായിട്ട് സംസാരിക്കാം, ചീത്തയായിട്ട് സംസാരിക്കാം, എന്ത് സംസാരിക്കാം. പക്ഷെ ഒരു കണ്ടസ്റ്റന്റ് പോലും ഒരു മൾട്ടിപ്പിൾ ടൈംസ് ശ്രമിക്കാതെ ബിഗ് ബോസിന്റെ ഉള്ളിൽ എത്തിയിട്ടില്ല ഇതുവരെ. ഈസി ആയിട്ട് കയറാമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല, ആരെയും വിളിച്ച് കയറ്റിയിട്ടുണ്ടാവില്ല. ചുമ്മാ ഉദാഹരണം പറഞ്ഞാൽ
ബിഗ് ബോസിനെ എതിർത്ത് സംസാരിച്ച ആളുകളെ പോലും ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറ്റി ബിഗ് ബോസ് ജയിപ്പിക്കുകയും അതുപോലുള്ള പല കളികളും കളിക്കാവുന്ന ബുദ്ധിയുള്ള ബ്രില്യൻസ് ഉള്ള ആളാണ് ബിഗ് ബോസ്. സോ ദാറ്റ് ഈസ് ദ ഷോ. അതെ അതെ. അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്ക് ഇപ്പോഴും ഹാങ് ഓവർ മാറിയിട്ടുണ്ടാവില്ലായിരിക്കും. ഇപ്പോഴും അവർ ആ ബിഗ് ബോസിന്റെ കൺട്രോളിലായിരിക്കാം. അതുകൊണ്ടാണ് ബിഗ് ബോസിന്റെ പുതിയ വാർത്തകളിലും അവർ വീണു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ. ഈ പറഞ്ഞതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗെയിമർ മാത്രം ക്യാമറ ഫോക്കസ് ചെയ്യുന്നു അല്ലേ. ഇപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയവർ പറഞ്ഞാൽ ഞാൻ അവിടെ പലതും ചെയ്തതും പുറത്ത് കാണിക്കുന്നില്ല, അതെന്തുകൊണ്ട് കാണിച്ചു? അപ്പം അവർക്ക് മത്സരാർത്ഥി ഒന്നില്ല, ഞാൻ എന്നെ ഹൈദരലി എന്ന മത്സരാർത്ഥി, ഫൈസൽ എന്ന മത്സരാർത്ഥി, ഹൈദരലിനെ മാത്രം ഒരു ഫോക്കസ്. ഞാൻ ഹൈദറിനെ എതിർത്തത് പലതും ചെയ്തു, പക്ഷെ അത് കാണിക്കുന്നില്ല. എന്തുകൊണ്ട് കാണിക്കുന്നില്ല ചോദ്യം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഈ സീസണിൽ ഇറങ്ങി വന്നവർ ചോദിക്കുന്നു. അതിലെന്താണ് അർത്ഥമുള്ളത്? അതായത് ഈ കാണിക്കുന്നില്ല എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ കാണിച്ചത് കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ നല്ല കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലേ കാണിക്കുള്ളൂ. നമ്മളെപ്പോഴും ഓൾവേസ് ചൂസ് ദ ബെസ്റ്റ് അല്ലേ. ദിസ് ഇസ് എ ഷോ, വി നീഡ് ടു. അതാണ് ആളുകൾക്ക് കാണാൻ ഇഷ്ടമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കാരണം ഈ ഷോയിൽ വന്ന് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് പറയുകയാണ് ഇതായിരുന്നു അതിൽ നല്ലതെന്ന് പറയുമ്പോൾ അയാൾക്ക് ഈ ബിഗ് ബോസിന്റെ ട്രെയിനിങ് ഒന്നും കിട്ടാത്ത ആളാണ്. അയാളത് കളിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതിൽ നിന്നും എന്തെടുക്കണമെന്ന് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള പ്രോപ്പർ ക്രൂ ആണ് ബിഗ് ബോസിന്റെ ക്രൂ എന്ന് പറയുന്നത്. അവർക്കറിയാം എന്തെടുക്കണം എന്തെടുക്കണ്ട. ഓരോ വീട്ടിലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും ഒരു ഡിസിഷൻ മേക്കർ ഉള്ളതുപോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കും ഓരോ ഡിവിഷനും ഓരോ ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ട്. അവരാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ കളിച്ചവർ വന്നിട്ട് ഞാൻ ചെയ്ത് നന്നായിരുന്നു അതെടുത്തില്ല, ഇവൻ ചെയ്ത് നന്നായിരുന്നു അതെടുത്തില്ല. ദിസ് ഈസ് അഗൈൻ ഷോ, ദിസ് ഈസ് അഗൈൻ ദേ ആർ സ്പ്രെഡിങ് ദ ഷോ. അല്ല, അപ്പോൾ പൊതുവെ പറയുന്നത് അയാൾക്ക് മാർക്കറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ മനുഷ്യൻ എൻ്റെ അടുത്ത് ഏഷ്യാനെറ്റ് കളിക്കുന്നു എന്ന് പറയുന്നു. അതാണ് പരാതികൾ വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അവർക്ക് തോന്നുന്നല്ലേ. ഇവരുടെ കളി അതിലും നല്ലതായിരുന്നെങ്കിൽ അത് ഡെഫിനറ്റ്ലി കാണിക്കും. ഇവരുടെ കളി അതിലും നല്ലതല്ല, ഡെഫിനറ്റ്ലി അല്ല. ആണെങ്കിൽ ആസ് എ ബിഗ് ബോസ് ടീം നമ്മളതല്ലേ ചൂസ് ചെയ്യുള്ളൂ. ഇത് നമ്മൾ ഇതിനു മുന്നേ ഇത്ര ആൾക്കാരെ ഇപ്പം എന്താ അടുത്ത ഷോയ്ക്ക് നമ്മൾ അയാളെ കൊണ്ടുവന്ന് ജയിപ്പിക്കാം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ലോ എല്ലാവരും വൈകുന്നേരം ഞങ്ങൾ ക്രൂ വീട്ടിൽ പോകുന്നത്. ഞങ്ങൾ വരുന്ന ആൾക്കാരെ ഞങ്ങൾ ഇപ്പോൾ ഷോയില് എൻ്റെ മോൾ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് എല്ലാം കൂടെ ചൂസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും ബെസ്റ്റ് ഒരാളെ തിരഞ്ഞെടുക്കുക. ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളെ ജനങ്ങൾ കൂടി തിരഞ്ഞെടുക്കുന്ന ഒരു ഷോ ആണിത്. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കും. അല്ലാതെ കണ്ടസ്റ്റന്റ് പറയാണ് അതായിരുന്നു നല്ലത് ഇതായിരുന്നു നല്ലത് എന്ന് പറയാൻ അവർക്ക്. നമുക്ക് റേറ്റിംഗും കിട്ടണം, നമ്മൾ പ്രേക്ഷകർ ഇതാ കാണാൻ ഇഷ്ടപ്പെടുന്നത് നമുക്കറിയാം, ഇത് ഷോ ചെയ്യുന്ന ഡയറക്ടർമാർക്കറിയാം. അതാണല്ലോ സത്യം. കാരണം ഇപ്പോൾ ഓരോ മീഡിയയിലായിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മൾ ഒരു ബിസിനസ്സിലാണെങ്കിലും മാർക്കറ്റിന് എന്താണ് ആവശ്യം അത് സെല് ചെയ്യുമ്പോഴാണ് ബിസിനസ് ആവുന്നത്. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന തലക്കെട്ടിലെ ഏറ്റവും മാർക്കറ്റ് ഉദാഹരണമാണ്. ചിലപ്പോൾ അതിലുള്ളത് ഒരു വരി എടുത്തിട്ട് അടുത്തെടുത്ത് പല തലക്കെട്ടും കൊടുക്കും. അതാണ് ആളുകൾ കാണാൻ. കറക്റ്റാണ് പറയുന്നത്. അതിന്റെ മറുപടി അത് തന്നെയാണ്. എനിക്കും എൻ്റെ ഉദാഹരണം തരാൻ അത് മാത്രമേ ഉള്ളൂ. ആ പറയുന്നത് അടിസ്ഥാനമില്ലാത്ത കാര്യം തന്നെയാണ് ഇറങ്ങി വരുന്നവർ. അവർക്ക് മത്സരിക്കാൻ കിട്ടിയ അവസരത്തെ അവർ ബ്രില്യൻ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ അവർ ഔട്ടാവത്തില്ലായിരുന്നു. ഔട്ടായതിനു ശേഷം ഞാൻ ചെയ്തത് നല്ലതായിരുന്നു, ഇതിലും നല്ലത് അതായിരുന്നു ഇതായിരുന്നു എന്ന് പറയാൻ അവരെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അത് ഏൽപ്പിച്ചിരിക്കുന്ന ക്രൂ അവിടെ ഉണ്ട്. ദേ വിൽ ഡിസൈഡ്. ബിക്കോസ് ആ ക്രൂവിനെ നിയമിച്ചിരിക്കുന്നത് ബിഗ് ബ്രദർ, ബിഗ് ബോസ്, ദ ബിഗ് ഷോ. സോ അത് തീരുമാനിക്കും. അതല്ലേ ഈ ഷോ, അതല്ലേ ഇതിന്റെ. ഇന്നും അറിയത്തില്ലല്ലോ ആളുകൾക്ക് എങ്ങനെയാണ് ബിഗ് ബോസിൽ ഒരു അവസരം കിട്ടുന്നതെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. ദാറ്റ് ഈസ് ഓൾസോ എ ബിഗ് തിങ് അല്ലേ. ഒരാള് ബിഗ് ബോസുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഒക്കെ നമ്മളൊക്കെ ആണെങ്കിലും പേഴ്സണലി എങ്ങനെയെങ്കിലും അതിൽ കയറാൻ അതിന്റെ വഴി എങ്ങനെയാണെന്നാ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ആർക്കും അറിയത്തില്ലല്ലോ ബിഗ് ബോസിൽ എങ്ങനെ കയറുന്നതെന്ന്. വെറുതെ കയറാനും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. സോ ദാറ്റ് ഈസ് എ ഷോ. മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ സെലക്ട് ചെയ്ത് കയറാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ അതിൻ്റെ ഒരു ഭാഗമായതാണ്, എനിക്കറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ സൂം മീറ്റിംഗ് പങ്കെടുത്ത ഒരാളെന്ന് എനിക്കറിയാം. അത് അവർ പിന്നീടാണ് അവർ ഫൈനൽ ചെയ്യുള്ളൂ. അതുകൊണ്ടൊന്നും കയറാൻ പറ്റണമെന്നില്ല. റെക്കമെൻഡേഷനൊന്നും അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. റെക്കമെൻഡ് ചെയ്ത് കയറാമായിരിക്കാം, എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിലും റെക്കമെൻഡ് ചെയ്താലും അവരുമായിട്ട് മീറ്റിംഗ് കൂടാതെ നടക്കില്ല. എനിക്ക് റെക്കമെൻഡ് ഒന്നും ഈ ലോകത്ത് ഒരു കാര്യത്തിൽ നടക്കാറില്ല. റെക്കമെൻഡ് ചെയ്ത ഒരു സ്ഥലത്ത് ജോലിക്ക് എല്ലാവർക്കും കയറാൻ പറ്റും, ജോലിക്ക് ആയിക്കോട്ടെ എന്തെങ്കിലും കയറാൻ പറ്റും. അത് ആ ജോലിയിൽ നമ്മൾ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ ഫസ്റ്റ് മന്തിൽ തന്നെ നമ്മളവിടെ നിന്ന് പറഞ്ഞു വിടുന്ന പോലെ തന്നെ ഫസ്റ്റ് മന്തിൽ ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. ഈ റെക്കമെൻഡ് എന്നുള്ള വാക്ക് ഈ ലോകത്ത് വർക്കൗട്ട് ആയതായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും നമുക്കൊരു ആഗ്രഹം പിൻവാതിൽ നിയമനം ഉണ്ടാവും. പിൻവാതിൽ നിയമനം ഉണ്ടാവും. പിൻവാതിൽ നിയമം ഉണ്ടാവും, അത് വേറെ സബ്ജക്റ്റ് ആണ്. അല്ല, അങ്ങനെ ചിലപ്പോൾ ഇതിലും ഉണ്ടാവില്ല. ഇതിനകത്ത് ഇന്റർവ്യൂ വരെ എത്താം. ഇപ്പം ഞാൻ വിചാരിക്കാം, വിചാരിച്ചാൽ നമുക്ക് ഇന്റർവ്യൂ വരെ നമ്മുടെ റെക്കമെൻഡേഷൻ കൊണ്ടെത്തിക്കാം. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അവിടെ നിന്ന് കേറേണ്ടത് ടാലന്റ് ആണ്. എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ പല ആളുകളും ഈ പറഞ്ഞ പിൻവാതിൽ നിയമം പോലെ പല രീതിയിലും ബെനിഫിറ്റ്സ് എടുക്കുന്ന ആളുകളുണ്ട്.
അപ്പൊ നമ്മുടെ ബുദ്ധി എവിടെ പോയി? നമ്മളും കൂടെ ചിന്തിക്കണ്ടേ? നമ്മൾ ചിന്തിച്ചിട്ട് നമ്മുടെ സേഫ് കളികളിൽ പറഞ്ഞപ്പോഴാണ് ഈ പിൻവാതിൽ നിയമനം ബിഗ് ബോസിലും ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവായിട്ട് അഖിൽമാരാ പറഞ്ഞ് പൈസ കൊടുത്ത് സ്വാധീനിച്ചും ആളുകൾ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അയാളുടെ എക്സ്പീരിയൻസിലായിരിക്കാം, എനിക്ക് അറിയില്ല. അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പോൾ ഇനി അയാൾ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു, അദ്ദേഹം അങ്ങനെയാണോ കയറിയ എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞപ്പോൾ ഒന്ന് എനിക്ക് പെട്ടെന്ന് ഓർത്തത്. അപ്പോൾ എന്നോട് അല്ലെങ്കിൽ ചോദിക്കുക അതെന്താ ചോദിക്കായിരുന്നെന്ന് ചോദിക്കല്ല. താങ്കളെപ്പോലെ ഒരു ഡയറക്ടറെ കിട്ടുമ്പോൾ ഷോ ചെയ്ത ഡയറക്ടർ എൻ്റെ ഫ്രണ്ടും കൂടെ ആയപ്പോൾ എനിക്ക് ഫൈസലിനടുത്ത് ചോദിക്കാമെന്നുകൊണ്ടാണ് ഈ ചോദിച്ചത്. അതവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ പോലെ ഈ ശനി ഞായറുടെ എപ്പിസോഡാണല്ലോ ചെയ്യുന്നത്. ആ ശനി ഞായർ എപ്പിസോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ലാലേട്ടൻ ഫ്ലൈറ്റിൽ നിന്ന് കാണുന്നു, ഫൈസലും അതുപോലെ തന്നെ സമയമെടുത്തത് കാണണ്ടേ? പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ ഉറപ്പായിട്ടിരുന്ന് കാണുമല്ലോ. നമ്മളും ചെയ്യുന്ന ഒരു ഷോയുടെ ഒരു വലിപ്പം നമുക്കറിയാലോ. നിങ്ങൾ ഓരോ ദിവസം എപ്പിസോഡ് കഴിഞ്ഞിട്ട് അപ്പോൾ ഫൈസൽ 2 ദിവസത്തെ ഷൂട്ടിനായിരിക്കും പോവുക, ചിലപ്പോൾ 3 ദിവസമായിരിക്കും പോവുക, പിന്നീട് ഫൈസലിൻ്റെ ജോലിക്ക് പോകും. ആ സമയം ഓരോ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ അന്നന്ന് ദിവസങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? എല്ലാ ദിവസവും നമ്മുടെ ടീം ഇപ്പം പല സ്ഥലത്താണ് ഈ സൂമിലൊക്കെ ഇരുന്ന്. അതെ അതെ അതെ, പിന്നെ ഡെഫിനറ്റ്ലി ചർച്ച ചെയ്യും. പിന്നെ നമുക്ക് ഇപ്പം ഈ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ അപ്ഡേറ്റ് എടുത്ത് തന്നുകൊണ്ടിരിക്കും, എന്താ നടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതോടൊപ്പം നമ്മൾ ഈ കാണിക്കേണ്ട ഈ ലാലേട്ടൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണണോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ ഇന്നതാണ് കാണിക്കേണ്ടത്. ലാലേട്ടന്റെ ഷോ ഡെഫിനറ്റ്ലി പ്ലാൻഡ് ഷോ ആണ്. ബിക്കോസ് അതൊരു വീക്കെൻഡ് എന്ന് പറയുന്നത് ആ വീക്കെൻഡിലെ എല്ലാ കാര്യങ്ങളെയും ആളുകൾക്ക് നമ്മൾക്ക് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മറൈസിങ് ഷോ ആണ്. സോ പോരാത്തതിന് ലാലേട്ടൻ വരുന്നു, അപ്പം ലാലേട്ടന്റെ മുന്നിൽ ഒരിക്കലും നമ്മളൊരു പ്ലാൻഡ് അല്ലാത്തൊരു കാര്യം പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ജനങ്ങൾക്കും അതുമാണ് ഇഷ്ടം. പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ആ പ്ലാനിങ്ങിനാണ് ദേ ആർ ഓൾസോ ഹയറിങ് ഡയറക്ടേഴ്സ് അല്ലേ. അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നതിനകത്ത്. അപ്പോൾ അത് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് തന്നെ ചെയ്യുന്ന ഷോ ആണത്. ആ വീക്കെൻഡ് പ്ലാൻ ചെയ്ത് അത് തന്നെയാണ് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നത്തെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡ്, ഈ എപ്പിസോഡിൽ ഇത്ര ഇത് ലാലേട്ടൻ വരും, അതിൻ്റെ ഒരു ക്ലിപ്പിംഗ്സ് കാണിക്കണം. നിങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുക, നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ചു. ലാലേട്ടൻ വെള്ളിയാഴ്ച വരുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ലാലേട്ടൻ വരുമ്പോൾ ഈ സംഭവമാണ് ലാലേട്ടൻ ഒന്ന് അവിടെ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അന്ന് തന്നെ തലേന്ന് വെള്ളിയാഴ്ച ഇത് നമുക്കൊന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ലാലേട്ടൻ അന്ന് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ടോ? എല്ലാം നമ്മൾ എഡിറ്റഡ്, അതായത് സാറ്റർഡേ സൺഡേയിൽ എന്താണോ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വിഷ്വൽ കാണിക്കണമെങ്കിൽ നമ്മുടെ എഡിറ്റേഴ്സ് നമ്മുടെ മീറ്റിംഗിൽ നമ്മുടെ അടുത്ത് ഓൾറെഡി നമ്മൾ കോപ്പി ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ കാണിക്കുന്നത്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യും ഡെഫിനറ്റ്ലി. ലാലേട്ടനെ കാണിച്ചു കൊടുത്തില്ല പിന്നെ അപ്പോൾ അത് എന്നാൽ ഇതല്ലല്ലോ. അപ്പോൾ ലാലേട്ടൻ ഓർക്കണം, ഞാൻ കണ്ടപ്പോൾ ഇതിൽ നല്ലത് സംഭവം ഇതുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് പിടിച്ചാലൊന്ന് ലാലേട്ടൻ ചോദിക്കാറുണ്ട്. ചോദിച്ചാൽ നമ്മൾ അത് വീണ്ടും കണ്ടിട്ട് വീണ്ടും അത് ഒന്നുകൂടെ ഫൈനൽ ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചർച്ചയിൽ നിന്നും കൺക്ലൂഡ് ചെയ്തിട്ടാണ് ആ സാധനം ഉണ്ടാവുന്നത്. വീണ്ടും അത് ചർച്ച ചെയ്ത് ഒന്നും കൂടെ കാണുമായിരുന്നു, ലാലേട്ടനായിട്ടിരുന്ന് കാണും, എന്നിട്ടായിരിക്കും ഫൈനൽ ചെയ്യുക. അതെ അതെ അതെ. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.